2011 കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്തൊരു പോരാട്ടമാണ് ഇടതുപക്ഷവും UDFും തമ്മിൽ നടന്നത്. LDFും UDFും തമ്മിലുള്ള കനത്ത മത്സരത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് CPIM ആയിരുന്നു. വാസ്തവത്തിൽ കോൺഗ്രസിന് ഭരണം കിട്ടിയ സാഹചര്യത്തിൽ പോലും സഖ്യകക്ഷികളുടെ സീറ്റ് നിലയും അവരുടെ സ്ട്രൈക്ക് റേറ്റും കാരണമാണ് അധികാരത്തിലേക്ക് എത്തിയത്. 38 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനോടൊപ്പം 20 സീറ്റ് നേടിയ മുസ്ലിം ലീഗും 9 സീറ്റ് നേടിയ മാണി കോൺഗ്രസും മറ്റ് MLA മാരും ചേർന്ന് 72 നിയമസഭാ അംഗങ്ങളാണ് അന്ന് ലഭിച്ചത്. അന്ന് 68 സീറ്റുമായി പ്രതിപക്ഷത്തായിരുന്നു VS അച്യുതാനന്ദൻ നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി കോൺഗ്രസിൻ്റെ ഗ്രാഫ് താപ്പോട്ടാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാം, ഗ്രൂപ്പ് പോരും അത്തരത്തിലുള്ള കുതുകാൽ വെട്ടും തന്നെയാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ ഒതുക്കാനും അതിനെ അടിച്ചമർത്താനും സുധാകരൻ അധ്യക്ഷനായതോടുകൂടി ഒരു മാറ്റം വന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നിലവിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട അനിവാര്യത ഇല്ല എന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തൻ്റെ പേര് നിർദ്ദേശിച്ചവരോട് പോലും മുരളീധരൻ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് അധ്യക്ഷനെ മാറ്റുന്നത്? അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച റിസൾട്ട് വീണ്ടും ഉണ്ടാക്കി തന്നു. അദ്ദേഹം മികച്ച രീതിയിലുള്ള പോരാട്ടം കണ്ണൂരിൽ കാഴ്ചവെച്ച് MV ജയരാജനെ 1,10,000 വോട്ടുകൾക്ക് തറപറ്റിച്ചു. അദ്ദേഹത്തിനെ പോലൊരു മികച്ച നേതാവിനെ പ്രായാധിക്യം എന്ന പേര് പറഞ്ഞ് കളിയാക്കരുത്. ആളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 82 വയസ്സായിട്ടും വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ 84 വയസ്സായി. അദ്ദേഹമാണ് അധ്യക്ഷ സ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ ശക്തമായി കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ സുധാകരൻ്റെ പ്രായം കൃത്യമായി ഇപ്പോൾ നോക്കിയാൽ 77 അടുക്കുകയാണ്. 77 വയസ്സായ സുധാകരനെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. ആർക്കാണ് അവശതയും ചില ജീവിതശൈലി രോഗവും ഒന്നും ഇല്ലാത്തത് എന്ന ചോദ്യം മുരളീധരൻ അനിവാര്യതയോടെ പറയുകയാണ്. വാസ്തവത്തിൽ 38 എന്നുള്ളത് മാറ്റി കോൺഗ്രസിന് 50 സീറ്റെങ്കിലും നേടാനായാൽ തീർച്ചയായും അധികാരത്തിലേക്ക് വരാൻ കഴിയും. 80 സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ അതൊരു സേഫ് സോണാണ്. അധികാരത്തിൽ വേണ്ടത് 71 ആണെങ്കിൽ പോലും 80+ എന്നുള്ള രീതിയിൽ വന്നാൽ മാത്രമേ ഒരു മുന്നണിക്ക് ശാശ്വതമായ സർക്കാർ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതിന് കാരണമാകുന്നത് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പോ അത്തരത്തിലുള്ള വിഷയങ്ങളോ ഉദിച്ചാൽ പോലും അത് ഭരണത്തെ സാരമായി തന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം ഉറപ്പിക്കേണ്ടത് ഏതൊരു മുന്നണിക്കും അനിവാര്യമായ ഒരു ഘടകമാണ്. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും കർമ്മനിരതയും കൊണ്ട് LDFിൻ്റെ സകല രീതിയിലുള്ള പ്രകടനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് VS എന്ന അതികായനായ പ്രതിപക്ഷ നേതാവിൻ്റെ ശരങ്ങളെ പോലും അതിജീവിച്ചുകൊണ്ട് നിറപുഞ്ചിരിയോടെ കേരളത്തിൻ്റെ വിശ്വാസ്യത പിടിച്ചുപറ്റി 5 കൊല്ലവും UDFിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അത്തരത്തിലൊരു നേതൃത്വം വീണ്ടും വരേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. തമ്മിൽ തല്ലുമായി വീണ്ടും അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ എങ്ങും എവിടെയും എത്തില്ല എന്നത് ബോധ്യമാക്കണം എന്നതുകൂടിയാണ് ഇപ്പോൾ KPCCയുടെ നിർണായക യോഗത്തിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപ ദാസ് മുൻഷിയും വ്യക്തമാക്കിയിരിക്കുന്നത്.